ഹലോ ഡിയേഴ്സ്, റാഡിക്കൽ റീഡിങ്ങിലേക്കും അഫർമേഷൻ ചാൻഡിങ്ങിലേക്കും ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഓരോ റാഡിക്കൽ റീഡിങ്ങും നമ്മുടെ ശരീരത്തിലെ ഊർജ കേന്ദ്രങ്ങളായ ചക്രാസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. അതിൽ മേജർ ചക്രാസും വരും, മൈനർ ചക്രാസും വരും. ഇന്ന് ഏത് ചക്രയാണ് നമുക്ക് വരുന്നത്, അതുപോലെ പ്രപഞ്ചം എന്താണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്ന് നോക്കാം. പോപ്പുലാരിറ്റി ആൻഡ് റെക്കഗ്നിഷൻ ചക്രയാണ് ഇന്ന് വന്നത്. പ്രപഞ്ചം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് പ്രശസ്തി, ജനപ്രീതി, അംഗീകാരം എന്നിവയ്ക്ക് മനസ്സ് തുറക്കാനുള്ള ഓർമ്മപ്പെടുത്തൽ. നമുക്കതിൻ്റെ മെറ്റാഫിസിക്കൽ അല്ലെങ്കിൽ അതിഭൗതിക തലത്തിലേക്ക് ഒന്ന് പോകാം. നാം മനുഷ്യരാണ്, സാമൂഹ്യ ജീവികളാണ്. മറ്റുള്ളവർ നമ്മെ ഇഷ്ടപ്പെടണമെന്നും അംഗീകരിക്കണമെന്നും അനുമോദിക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു. പക്ഷേ തലമുറയായി കൈമാറി വന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഭയങ്ങളും ആശങ്കകളും പ്രശസ്തിയും അംഗീകാരവും നേടാനുള്ള ആഗ്രഹത്തെ തടസ്സപ്പെടുത്തും. ശരിയാണ്, ആരും ശ്രദ്ധിക്കാതെ ഒരു മൂലയ്ക്ക് ഒതുങ്ങി ജീവിക്കുന്നതാണ് സുരക്ഷിതം. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പദ്ധതി നിങ്ങൾക്ക് വേണ്ടി പ്രശസ്തിയുടെ വെള്ളി വെളിച്ചമാണ് ഒരുക്കിയിരിക്കുന്നതെങ്കിലോ? ഒരു വലിയ ജനസമൂഹത്തെ സ്വാധീനിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിലോ? ദയനീയമായ അന്ത്യം നേരിടേണ്ടി വന്ന പ്രശസ്തരും സ്വാധീനശേഷിയുള്ളവരുമായ നേതാക്കളുടെ കഥയും നമുക്കറിയാം. പക്ഷെ അവരുടെ സ്വാധീനം അവർ ഇഹലോകവാസം വെടിഞ്ഞ ശേഷവും നിലനിൽക്കുന്നു. മനുഷ്യൻ എന്ന ഈ ജന്മത്തിനപ്പുറം ജീവിതം നിതാന്തവും ശാശ്വതവുമാണ്. എല്ലാ നായകന്മാരും ദയനീയമായി കൊല്ലപ്പെട്ടവരോ മരണപ്പെട്ടവരോ അല്ല. മറിച്ച് അത്തരത്തിൽ മരണപ്പെട്ടവരുടെ കാര്യമാണ് ലോകം ദീർഘകാലം ഓർത്തിരിക്കുന്നത് എന്നതിനാലാവാം പ്രശസ്തിയുമായി നിങ്ങളതിനെ ബന്ധിപ്പിക്കുന്നത്. കാലപ്പഴക്കം വന്ന ഈ വിശ്വാസങ്ങളെ വെല്ലുവിളിക്കുക. പ്രശസ്തിയും ദുരന്തവുമായി ബന്ധമുണ്ടെന്ന് നിങ്ങളുടെ വിശ്വാസങ്ങൾ ഇല്ലായ്മ ചെയ്യുക. അല്ലെങ്കിൽ തന്നെ ഏതാണ് ഏറ്റവും വലിയ ദുരന്തം? പേടിച്ച് സ്വയം ഒതുങ്ങി ഇഷ്ടങ്ങളെല്ലാം വേണ്ടെന്ന് വെച്ചുള്ള ഒരു ജീവിതമാണോ? അതോ ലോകത്തെ സധൈര്യം നേരിട്ട് നിങ്ങളുടെ വ്യക്തിത്വം ആഘോഷിക്കാനുള്ള ജീവിതമോ? അഫർമേഷൻ: പ്രശസ്തിയും അംഗീകാരവും നേടുന്നത് സുരക്ഷിതമാണ്. നമുക്ക് അഫർമേഷൻ ചാൻഡിങ്ങിലേക്ക് പോകാം. 21 ടൈംസ് ആണ് നമ്മളുടെ ഈ അഫർമേഷൻ ചാൻഡ് ചെയ്യുന്നത്. ഒന്നുകിൽ നിങ്ങൾക്കിത് കേട്ടിരിക്കാം, അല്ലെങ്കിൽ ഇതിനോടൊപ്പം ചാൻഡ് ചെയ്യാം. അതുപോലെ ഈ റീഡിംഗ് നിങ്ങളുടേതാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ പല പ്രാവശ്യം നിങ്ങൾക്കിത് കേൾക്കാം. അതുപോലെ ഈ അഫർമേഷൻ ചാൻഡ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. ഇനി ഇത് കേട്ടതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ അഫർമേഷൻ സെപ്പറേറ്റ് ആയിട്ട് എഴുതി വെച്ച് നിങ്ങൾക്ക് ചാൻഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് അഫർമേഷൻ ചാൻഡിങ്ങിലേക്ക് പോകാം. വളരെ കാമായി പീസ്ഫുള്ളായിട്ട് ഇരിക്കുക. നമ്മുടെ ശ്രദ്ധ മുഴുവൻ ഈ അഫർമേഷൻ ചാൻഡിങ്ങിലേക്ക് കേന്ദ്രീകരിക്കുക. പ്രശസ്തിയും അംഗീകാരവും നേടുന്നത് സുരക്ഷിതമാണ്. 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 പ്രശസ്തിയും അംഗീകാരവും നേടുന്നത്
സുരക്ഷിതമാണ്. പ്രശസ്തിയും അംഗീകാരവും നേടുന്നത് സുരക്ഷിതമാണ്. പ്രശസ്തിയും അംഗീകാരവും നേടുന്നത് സുരക്ഷിതമാണ്. പ്രശസ്തിയും അംഗീകാരവും നേടുന്നത് സുരക്ഷിതമാണ്. പ്രശസ്തിയും അംഗീകാരവും നേടുന്നത് സുരക്ഷിതമാണ്. പ്രശസ്തിയും അംഗീകാരവും നേടുന്നത് സുരക്ഷിതമാണ്. പ്രശസ്തിയും അംഗീകാരവും നേടുന്നത് സുരക്ഷിതമാണ്. പ്രശസ്തിയും അംഗീകാരവും നേടുന്നത് സുരക്ഷിതമാണ്. പ്രശസ്തിയും അംഗീകാരവും നേടുന്നത് സുരക്ഷിതമാണ്. പ്രശസ്തിയും അംഗീകാരവും നേടുന്നത് സുരക്ഷിതമാണ്. പ്രശസ്തിയും അംഗീകാരവും നേടുന്നത് സുരക്ഷിതമാണ്. പ്രശസ്തിയും അംഗീകാരവും നേടുന്നത് സുരക്ഷിതമാണ്. പ്രശസ്തിയും അംഗീകാരവും നേടുന്നത് സുരക്ഷിതമാണ്. പ്രശസ്തിയും അംഗീകാരവും നേടുന്നത് സുരക്ഷിതമാണ്. പ്രശസ്തിയും അംഗീകാരവും നേടുന്നത് സുരക്ഷിതമാണ്. പ്രശസ്തിയും അംഗീകാരവും നേടുന്നത് സുരക്ഷിതമാണ്. പ്രശസ്തിയും അംഗീകാരവും നേടുന്നത് സുരക്ഷിതമാണ്. പ്രശസ്തിയും അംഗീകാരവും നേടുന്നത് സുരക്ഷിതമാണ്. താങ്ക് യു ഓൾ. ലവ് യു ഓൾ. നിങ്ങൾക്ക് ഏവർക്കും പ്രശസ്തിയും അംഗീകാരവും ഒക്കെ നേടാനുള്ള ആ ഒരു സന്നദ്ധത ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.